ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണമ്മോൻ്റെ ബർത്ത്ഡേ ആണ്, സെക്കൻഡ് ബർത്ത്ഡേ. കണ്ണമ്മോൻ 2 വയസ്സായി. അങ്ങനെ ചെറിയൊരു ആഘോഷമാണ്. നമ്മൾ വീട്ടിൽ ആരും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല, ആരെയും. നമ്മുടെ വീട്ടിലെല്ലാവരും ഉള്ളൂ. ചെറിയൊരു ആഘോഷത്തിൻ്റെ രാവാണിത്. അമ്മ അവിടെ ഇരുന്ന് ഫോണൊക്കെ, ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ. ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തു. അമ്പാടിയും കണ്ണനും ഒരുപോലത്തെ ഉടുപ്പൊക്കെ ഇടിയിച്ച് നിൽപ്പുണ്ട്. അമ്മ എൻ്റെ ചേച്ചിയെ വിളിക്കാൻ നോക്കുമോ, കിട്ടുന്നില്ല. ചേച്ചിയെ വിളിക്കാം. അമ്പാടി ഇങ്ങനെ നടക്കുക ആ കേക്കെ തോണ്ടാൻ വേണ്ടി. ഓൾറെഡി ഒരു വട്ടം തോണ്ടി അതിൻ്റെ ഡിസൈനൊക്കെ മാറ്റി വെച്ചേക്കുക. പിന്നെയും തോണ്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. ഇതാ കണ്ണമ്മോൻ്റെ കേക്ക്, മിക്കി മൗസിൻ്റെയാണ്. പപ്പ അവിടെ നിൽപ്പുണ്ട്. ഇനി കുറച്ച് മുട്ടായി ഉണ്ട്. അമ്പാടി ഓർത്തിരിക്കുന്ന നമ്മളങ്ങനെ ടാറ്റ പോകുന്നു. ചേച്ചി വിളിക്കുമോ, എൻ്റെ ചേച്ചി വിളിക്കുവാണ്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുക കണ്ണമ്മോനെ. കണ്ണമ്മ പക്ഷെ നോക്കുന്നില്ല. ആര് ഫോൺ വിളിച്ചാലും നേരെ നോക്കി വർത്താനം പറയത്തില്ല, അല്ലാതിരുന്ന് വർത്താനം പറച്ചിലേ ഉള്ളൂ. ഇനി ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടി ഇരുന്ന്, ഞാൻ ചേട്ടനും പിള്ളേരും. അങ്ങനെ കേക്ക് മുറിക്കുക കണ്ണമ്മോൻ്റെ ബർത്ത്ഡേയുടെ. അങ്ങനെ 2 വയസ്സായി കണ്ണമ്മോന്. ഇത്ര പെട്ടെന്നാണ് പോയത്. കേക്ക് മുറി എല്ലാം കഴിഞ്ഞത് കണ്ണമ്മോൻ അതേ പ്ലേറ്റ് കേക്ക് മേടിച്ച് കഴിപ്പും തുടങ്ങി. അമ്പാടി അതിൻ്റെ ഇടയ്ക്ക് TV ഒക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോയി കണ്ണമ്മോനെ കെട്ടിപ്പിടിക്കുമോ. ഞാൻ വീഡിയോ എടുക്കുന്നതിന് നോക്കുന്നുമുണ്ട് ഇടയ്ക്ക്. വീഡിയോയിൽ കാണാൻ വേണ്ടി ഇടയ്ക്ക് പോയി അവൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത്. അങ്ങനെ സദ്യയായിരുന്നു. വലിയ സദ്യയൊന്നുമില്ല, ചെറിയൊരു സദ്യ വെച്ചു. 2 പേരോട് അടുത്തടുത്തിരിക്കുക സദ്യ കഴിക്കാൻ. കണ്ണമ്മൻ്റെ പരുവം കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കേക്കാ മുഖം മുഴുവനും. അമ്പാടി പച്ചടിയാണ് കോരി കഴിക്കുന്നത്. അമ്പാടിക്ക് പച്ചടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, തൈരിൻ്റെ. കഴിക്കുമോ, കഴിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോവുക രണ്ട് നോക്കാൻ വേണ്ടി. കണ്ണമ്മോൻ അവൻ്റെ പ്ലേറ്റിൽ നോക്കുക, അമ്പാടിയുടെ പ്ലേറ്റിലോട്ട് നോക്കുക. അമ്പാടി പിന്നെയും വന്നിരുന്നു. ഇടത് കഴിയുകൊണ്ട് കഴിക്കുന്നതെന്ന് തോന്നുന്നു കണ്ണമ്മോനെ. കഴിച്ചൊന്നുമില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ഇളക്കി വെച്ച് ഞങ്ങൾ പുറത്ത് പോയി. അത് കഴിഞ്ഞ് ആപ്പിളൊക്കെയാണ് കഴിച്ചത്. അവൻ ചോറൊന്നും ഉണ്ടില്ല. പപ്പ ഇതൊക്കെയായിരുന്നു സദ്യ. പപ്പ അവിടെ നിന്ന് കഴിക്കുന്നു. പപ്പ പ്ലേറ്റിലാണ് കഴിച്ചത്. സാമ്പാർ പായസമാണിത്, പായസം. അടപ്രഥമൻ പായസം വെച്ചത്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാമായിരുന്നു. കണ്ണമ്മോനുടനെ എൻ്റെ അവിടോട്ട് വന്ന് കഴിക്കാൻ. ആ ഒരു ഭാഗം കഴിച്ചതേ ഉള്ളൂ, പിന്നെ അവൻ കഴിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിച്ച് കഴിഞ്ഞ് അവനോട് കുറേ നേരം വേണോ എന്ന് ചോദിച്ചു. കുഞ്ഞ് കഴിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. പിന്നെ ചേട്ടനും കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് പായസം കൊടുക്കാൻ പോവുക. ഞങ്ങളെല്ലാവരും പോവായിരുന്നു. അവിടെ അടുത്താണ് താമസിക്കുന്നത്. ആ ചേട്ടന് ഓഫായിരുന്നു. അവിടെ പോയി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം വൈകിട്ട് പായസം കൊണ്ടുപോയാലും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഓഫായതുകൊണ്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പോവുക. ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന ചേട്ടൻ. പക്ഷെ ഞങ്ങൾക്ക് പായസം കൊടുക്കുന്ന വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല. ജസ്റ്റ് പോകുന്നത് മാത്രം എടുത്ത് അവിടെ ചെന്ന് ഞങ്ങളാണ്. അവിടെ ഇവിടുത്തെ ഷിഫ ഇല്ല, അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ മണ്ടക്കത്തെ 9th ഫ്ലോറിലാണ് ചേട്ടൻ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാം.
അങ്ങനെ ചേട്ടനും അമ്പാടിയും രണ്ട് നടന്ന് ഞാൻ കയറാൻ വന്നപ്പോഴത്തേക്ക് ആ ലിഫ്റ്റ് അങ്ങ് അടഞ്ഞു പോയി. അവിടുത്തെ ലിഫ്റ്റ് പെട്ടെന്ന് അടയും, ക്ലോസ് ആവും. പിന്നെ ഞങ്ങളെല്ലാം അവിടെ പോയി നമ്മളൊരു ബീച്ചിൽ വരെ പോയി കുറച്ച് നേരം റാസക്കൈമേൽ. അവിടെ കുറച്ച് നേരമൊക്കെ പോയി കളിച്ച് വെള്ളത്തിൽ ഇറങ്ങത്തൊന്നുമില്ല, ചുമ്മാ അവിടെ നിന്നേച്ച് പോകാമെന്ന് പറഞ്ഞ് വന്നത്. ഞങ്ങളതിൽ പോയതിൻ്റെ വഴിക്ക് അവിടെ കയറിയത്. നല്ല വെയിലാണ്, വെയിൽ തല തണുപ്പുള്ള സമയത്ത് പോകാനോടൊക്കെ. അതായത് ഈവനിങ് വൈകിട്ടൊക്കെ പോകണം, അപ്പോൾ രസമാണ്. ആഴമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങി കളിക്കാനും ഒക്കെ പറ്റും, നമുക്ക് പേടിക്കണ്ട. ആഴമൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വെയിലാണ്, കണ്ണു പോലും തുറക്കാൻ പറ്റത്തില്ല. എനിക്ക് മൊബൈലിലോട്ട് നോക്കാൻ പറ്റുന്നില്ല വെയിൽ കാരണം. കഴിഞ്ഞ് കുറേ പിള്ളേർ അതിൻ്റെ വെള്ളത്തിൽ കിടപ്പുണ്ട്, പോയി മണ്ണൊക്കെ കുപ്പിക്കകത്ത് നിറയ്ക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ ഒന്നിച്ച് പോകും നമ്മൾ. അങ്ങനെ ബർത്ത്ഡേ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.